ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഒരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിലേക്ക് വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. നമുക്ക് വേഗം വീഡിയോയിലേക്ക്. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നതാണ് കേട്ടോ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ ഒരു ഡാർക്കിലേക്ക് വരും. അപ്പോൾ ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡ് നമുക്ക് പറയാം. ഇതാണ് കേട്ടോ സാരി വരുന്നത്. സാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഡ്രൈപ്പ് ചെയ്താലൊക്കെ വെച്ചാലൊക്കെ നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്ന മെറ്റീരിയൽ കൂടിയാണ്. അത്യാവശ്യം നമുക്കൊരു ഷാമ്പു വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാരിയും കൂടിയാണ്. ഇങ്ങനെയാണ് സാരി വരുന്നത്. സാരിയുടെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബോർഡർ ഫിനിഷിംഗ് ആണ് കേട്ടോ. അതിൻ്റെ ആ ഒരു വീവിങ് പോയേക്കുന്നത് ത്രെഡിൻ്റെ തന്നെ ഒരു വീവിംഗ് ആണ് പോയേക്കുന്നത്. ഒരു പർപ്പിൾ ഷെയ്ഡിലേക്കാണ് അത് വരുന്നത്. അത് ചിക്കു ആൻഡ് ഒരു പർപ്പിൾ ഷെയ്ഡ് രണ്ടും കൂടെ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഫിനിഷിംഗിൽ ചെയ്തേക്കുന്ന ഒരു ബോർഡർ. ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു വീവിംഗ് ആണ്. ഇത് കണ്ടോ, ത്രെഡ്, ഒരു പർപ്പിൾ കളർ ത്രെഡ്. ഈ ത്രെഡിന്റെ വീവിംഗ് ആണ് ഇത് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു. രണ്ട് സൈഡിലേക്കും ആ ഒരു സെയിം ബോർഡർ വരുന്നത്. സാധാരണ നമ്മൾ നോർമലി സാരിയിൽ ഈ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം തൊട്ടാണ് സാധാരണ ബോർഡർ ടോപ്പ് ബോർഡറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഇത് കംപ്ലീറ്റ്ലി സാരിയിലും നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഭാഗം വരെ മുഴുവനും രണ്ട് സൈഡിലേക്കും ബോർഡർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലേക്കും ഇതുപോലെ ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുന്താണി വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ആണ് നല്ല രസമാണ്. അതിലേക്ക് ഒരു ആൻറ്റി ഗോൾഡൻ ജെറിയും കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. പേർപ്പിളും ചിക്കും ഗോൾഡൻ ഷെയ്ഡും കൂടെ കൂടിയിട്ട് നല്ല രസമായിട്ട് ചെയ്തേക്കുന്ന വർക്ക്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ഇങ്ങനെ ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസിൽ നമുക്ക് സാരിയിൽ വരുന്ന ഒരു സെയിം ബോർഡർ സ്ലീവിലേക്ക് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ബുട്ടാസും വന്നിട്ടുണ്ട് ബോഡിയിലേക്ക്. എങ്ങനെയാണ് സാരി വരുന്നത്? ഈ സാരിയുടെ പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത്. 975 കേട്ടോ സാരിയുടെ പ്രൈസ് വരുന്നത്. 975 മാത്രമാണ് സാരി വില വരുന്നത്. ഇതിന് നമ്മൾ ഇനി കാണാൻ പോകുന്ന ഷെയ്ഡുകളെല്ലാം ബേസ് ആയിട്ട് ഈ ഒരു ഷെയ്ഡ് ചിക്കു ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഈ ഒരു ബോർഡറിൽ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകൾ വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് കേട്ടോ. പീക്കോക്ക് ഗ്രീൻ അത്ര കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡ് കിട്ടില്ലായിരിക്കും. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷെയ്ഡ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. വേണ്ട, ഇങ്ങനെയാണ് സാരി വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ കണ്ടോ, ഫുള്ള് ത്രെഡിൽ വീവ് പോയേക്കുന്നതാണ് കേട്ടോ. മെഷീൻ വീവിങ് ചെയ്തേക്കുന്നതാണ്. നല്ല രസമായിട്ട് ഫിനിഷിങ്ങിൽ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസിന്റെ പാറ്റേൺ സെയിം തന്നെയാണ്. ഇങ്ങനെ വരും വിത്ത് ബോർഡറോട് കൂടിയിട്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതിന്റെ ബ്ലൗസ് പീസിലൊക്കെ ബോർഡർ വരും. നമുക്ക് സ്ലീവിലേക്ക് ബ്ലൗസിലും ബോർഡർ വരുന്നുണ്ടല്ലോ. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള സാരി നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയും നല്ലതാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ മുന്താണി വരുന്നുണ്ട്. ബ്ലൗസ് പീസ് വിത്ത് ബോർഡറോട് കൂടിയിട്ട് ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. എല്ലാവർക്കും ഒക്കെ മാച്ചാവും. ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും മാച്ചായി പോകുന്ന കളർ ഷെയ്ഡും കോമ്പിനേഷൻസും ഒക്കെയാണ് വരുന്നത്. നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ബോർഡർ. മുന്താണി ഇങ്ങനെ വരുന്നു. ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് മറൂൺ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡി ഷെയ്ഡ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. കോൺട്രാസ്റ്റ് വരുന്ന ബോർഡേഴ്സ് മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. നല്ല ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കും. ഇതുണ്ടോ, അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഒട്ടിക്കിടക്കത്തുമില്ല, എന്നാൽ ഇങ്ങനെ പൊങ്ങി സ്റ്റിഫായിട്ട് നിൽക്കത്തില്ലാത്തൊരു മെറ്റീരിയൽ. ഇതാണ് മുന്താണി വരുന്നത്. ഇതുണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ബ്ലൗസ് പീസ് ഇതേപോലെ വരുന്നു. അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലേക്കാണ് അതിൻ്റെ കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇങ്ങനെ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് കേട്ടോ. ഇതുപോലെ സെയിം തന്നെ ഒരു ബുട്ട വീവിങ് ഇതുപോലെ ബോഡിയിലും സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. രണ്ട് സൈഡിലും ഫുള്ളായിട്ടും ബോർഡർ വരുന്നുണ്ട്. ടോപ്പ് ബോർഡറും എൻഡ് ബോർഡറും എല്ലാം ഫുൾ ആ ഒരു ബോർഡറിലേക്ക് വരുന്നുണ്ട് കേട്ടോ. മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഹെവി ആയിട്ട് ഫിനിഷിങ്ങിന് ചെയ്തേക്കുന്നത് വീവിങ് ആണ്. ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസും അവൈലബിൾ ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ കുഞ്ഞൊരു ബുട്ട വീവിങ് ബോഡിയിലേക്ക് വരുന്നുണ്ട്. സാരിയിൽ വരുന്ന സെയിം ബോർഡർ സ്ലീവിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പ്രൈസ് സെയിം തന്നെയാണ്. 975 വരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇന്നത്തെ നമ്മുടെ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ഡിസ്പ്ലേയിൽ 3 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.